നമസ്കാരം കൂട്ടുകാരെ. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് സ്വീകരിക്കാം. ഋതുമന്ത്ര. നമസ്കാരം. ഷെഫിന്റെ കിച്ചണിൽ വരാൻ പറ്റി, വളരെയധികം സന്തോഷം. നമുക്ക് സന്തോഷം. താങ്ക് യു വൺസ് അഗൈൻ. സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് വന്നിട്ട് നമ്മുടെ ഒരു ഷോയിൽ വരുന്നവർക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞേക്കുന്നത് ഗ്രിൽഡ് ഫിഷ് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഗ്രിൽഡ് ഫിഷിനോട് ഇത്ര ഇഷ്ടം? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു എന്നെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മൊത്തം റിസർച്ച് ചെയ്ത് വിക്കിപീഡിയ മുതൽ എല്ലാം എടുത്തിട്ട്. അപ്പൊ നമ്മൾ റീസെന്റ് നമ്മളൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, ജൂഡോ. അങ്ങനെ ഞാൻ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിട്ട് ഒരു ബ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. മേ ബി അതായിരിക്കും. അപ്പൊ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളാണ്, ഹെൽത്തി. നല്ലൊരു ഫുഡിയാണെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല. ഏതാണ് ഇഷ്ടമുള്ള ഭക്ഷണം? എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലുണ്ടാക്കണ നാടൻ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മീൻകറി. എവിടെയാണ് ശരിക്കും സ്വദേശം? കണ്ണൂരാണ്. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല കോട്ടയം ആയിരിക്കും. കോട്ടയംകാരാണ് ഏറ്റവും ആദ്യം കപ്പയും മീൻകറി. എന്റെ അമ്മ കോട്ടയത്ത്. അമ്മ ഉണ്ടാക്കി തരുന്നതാണല്ലേ കോട്ടയത്ത്. അതെ. അതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷെ ഈ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമ്മള് കണ്ണൂർ തലശ്ശേരി ബിരിയാണി ഇഷ്ടമാണ്. അപ്പൊ കണ്ണൂർ ആയതുകൊണ്ട് നമ്മള് ഈ വെറൈറ്റി ഓഫ് ഫുഡ്സ് കഴിച്ച് അതെ എന്തെല്ലാം പലഹാരങ്ങൾ മാത്രം. പലഹാരം ഒരു 4 മണി പലഹാരങ്ങള് ആയിരക്കണക്കിന് വെറൈറ്റിയാണ്. എല്ലാരുടെ അടുത്തും പറയും നമ്മള് വി ഹാഡ് ഇനഫ് എന്ന് പറയും. വി ഹാഡ് ഇനഫ്. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കും, അപ്പൊ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോ വിഷമാവില്ലേ? അപ്പൊ ഞാൻ പറയും, ഇല്ല, കണ്ണൂർ ഞങ്ങൾ കഴിച്ച് നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓൾറെഡി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട അത്രമാത്രം വെറൈറ്റി ഭക്ഷണം ചെറുതിലെ കഴിച്ചു. അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ഡയറ്റ് എടുക്കാനൊന്നും വലിയ ടെൻഷനും ഇല്ല. അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? സുഖമായിട്ടിരിക്കണം ഷെഫ്. ഇപ്പൊ ഈ നമ്മള് ബ്രോൺസ് വാങ്ങിച്ചു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അത് വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മള് വേൾഡിൽ യൂറോപ്പിലായിരുന്നു, അത് ലാത്വിയ എന്ന് പറഞ്ഞ കൺട്രിയിലായിരുന്നു. അതെ. അപ്പൊ നമ്മള് വേൾഡിലുള്ള എല്ലാ ഫൈറ്റേഴ്സിനെയും കാണാൻ പറ്റി. സ്പെയിനിൽ നിന്നും പോളണ്ടിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക് നിന്നൊക്കെ ഉള്ള ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തിയിട്ടാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രോൺസ് കിട്ടിയത്. അതുപോലെ നമ്മൾ ഇന്ത്യയിലുള്ള നമ്മൾ ഹരിയാന, അതുപോലെ ഡൽഹി എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പോണത്. നമ്മളെപ്പോഴും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു അത്ലീറ്റ് മോഡിലേക്ക് വന്നപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ആൾക്കാരിപ്പം എല്ലായിടത്തും പോകുമ്പം കൺഗ്രാറ്റുലേഷൻ, നമ്മൾ ഇന്ത്യനെ പ്രൗഡാക്കി എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം. ഇന്ത്യയെ പ്രൗഡാക്കി മലയാളി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ അത്ലറ്റ്സിലൊക്കെ PT ഉഷ മുതൽ അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടെങ്കിലും വളരെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ അതിൽ ഒരാളായിട്ട് ഇന്ത്യയെ പ്രതികരിച്ച് ഒരു യൂറോപ്പിൽ പോയിട്ട് ബ്രോൺസ് മെഡൽ നേടുക എന്നൊക്കെ പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. We all are proud of you. ഋതു, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു യൂറോപ്പിലൊക്കെ ഈ അടുത്ത കാലത്ത് പോകേണ്ടായിരിക്കും. നമ്മൾ ഈ മീൻ പൊരിക്കുക എന്നൊക്കെ പറഞ്ഞ മലയാളിയുടെ മുമ്പിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ പല സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ യൂറോപ്പിലൊക്കെ അറിയാലോ, അവർ ഫിഷിന്റെ രുചി അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ മീറ്റിന്റെ ടേസ്റ്റ് ആണ് അവർക്ക്. നമ്മുടെ കണക്ക് മസാലകളൊന്നും അല്ലല്ലോ അവർക്ക് വേണ്ടത്. സോൾട്ട് ആൻഡ് പെപ്പർ ആണ് അവരുടെ. ഈ വാസ്കോഡ ഗാമ ഇവിടെ കേരളത്തിലെത്തി കാപ്പാടൊക്കെ വന്ന് നമ്മുടെ കുരുമുളകൊക്കെ കണ്ട് കറുത്ത പൊന്നാന്ന് പറഞ്ഞ് കൊണ്ടുപോയി യൂറോപ്പിൽ എത്തിയതിനു ശേഷമാണ് അവർക്ക് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടുള്ള കറികളൊക്കെ കൊണ്ടുപോയത്. അപ്പൊ ആ രീതിയിൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാം. സോ ഇത് വളരെ സിമ്പിൾ. ഇതൊന്നും വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ ഇവിടെ നെയ്മീൻ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ ഐക്കോറ എന്ന് പറയും. അപ്പൊ ഈ ഒരു ഫിഷ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് വേറെ സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് ചതച്ച കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടുന്നു. അതേപോലെ തന്നെ കുറച്ച് അവിടെ ഇട്ടിട്ട് എന്റെ 2 സൈഡിലേക്ക് ആദ്യമായിട്ടാണ് ഷെഫിന്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യണം. കണ്ടിട്ടേ ഉള്ളൂ ഷെഫിന്റെ വൈവിധ്യങ്ങൾ. സോൾട്ട്, ഉപ്പും കുരുമുളകും 2 സൈഡിലൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ച് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്ത് അതേപോലെ ഇട്ട്. ഇത് ഷെഫ് ഇതിങ്ങനെ പോയി കണ്ട് റെസിപ്പീസ് ചോദിച്ച് പഠിക്കണതാണോ അതോ? കുറെയൊക്കെ നമ്മൾ പഠിക്കും, ട്രൈ ചെയ്യും. പുതിയ കുറെയൊക്കെ നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് ട്രൈ ചെയ്യും. അങ്ങനെ ഫിഷ് മറിനേറ്റ് ചെയ്തു. പറഞ്ഞ പോലെ സോൾട്ടും പെപ്പറും ജസ്റ്റ് ക്രഷ് ചെയ്ത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ആ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ബട്ടറിലാണ് സാധാരണ ചെയ്യുക. ചിലപ്പോൾ അവിടെയൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അവർ കുറച്ചുകൂടെയൊക്കെ ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്യും. റോസ്മേരി, തൈം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും. നമ്മുടെ കറിവേപ്പില പോലെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം എന്ന പോലെ നമ്മുടെ എല്ലാവരും മിക്സ് ഫ്യൂഷനായിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റ് മാറി വരും. നെയ്മീൻ തന്നെ വേണമെന്നില്ല, ഇത് മത്തി ആയാലും അടിപൊളിയാണ്. മത്തി, അയലയൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കഴുകി വരഞ്ഞിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ബട്ടറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇടാം അതിൻ്റെ കൂടെ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാകുക. പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ.
ഒരു ആർട്ടാണ് അല്ലേ? അതെ, കുക്കിംഗ് ഇസ് എൻ ആർട്ട്. യെസ്, കുക്കിംഗ് ഇഷ്ടമാണല്ലോ അല്ലേ? ഞാൻ അത്യാവശ്യത്തിന് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതെ. കാരണം അമ്മ ഉണ്ടല്ലോ, അമ്മ സമ്മതിക്കില്ലേ വീട്ടിൽ കുക്ക് ചെയ്യാൻ. അമ്മ ഉണ്ടാക്കി തരും. ഞാനും അമ്മയേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അമ്മ പറയും ഞാൻ തന്നെ കുക്ക് ചെയ്യാം. നമ്മൾ അടുക്കളയിൽ കയറിയാൽ ഇങ്ങനെ ഒരു മെസ്സപ്പ് ചെയ്യും എന്നുള്ളൊരു. ഞാൻ ഇതുപോലെ തന്നെ ഞങ്ങള് യൂറോപ്പിൽ പോയപ്പം അവിടെ കണ്ട ഒരു കാര്യം, മത്തി വിനാഗിരിയിലിട്ട് വെച്ചു. എന്നിട്ട് ആൾക്കാർ അത് കഴിക്കാൻ നമ്മളുടെ ആ ഒരു ചെതുമ്പലൊന്നും കളയാതെ അത് ഷെഫ് എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ട്. പിന്നെ നമ്മളെ പോർച്ചുഗലിലൊക്കെ പോകുമ്പോൾ അതേപോലെ അല്ല, ഓരോ സ്ഥലത്തും അതിന്റെ ടേസ്റ്റ് അതെ. എനിക്കത് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പറ്റില്ല, ഞാൻ പോയി. അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ടേസ്റ്റ് അതിപ്പം നമ്മളിപ്പോ ഓരോ സ്ഥലങ്ങളിലെ ഭക്ഷണ രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഭയങ്കര അത് ഓടായിട്ട് തോന്നും. ഇപ്പൊ ചൈനയിലേക്കുള്ള ചില ഭക്ഷണങ്ങൾ, ഇപ്പൊ കോഴിയുടെയൊക്കെ കാലിന്റെ നഖമൊക്കെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതുപോലെ പോത്തിന്റെ നാവൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആഫ്രിക്കയിലെ ആൾക്കാർ, അതൊക്കെ കാണുമ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കുറേ ഇത്. പക്ഷെ നമുക്കത് വേടായിട്ട് തോന്നും. അപ്പോൾ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ഈ പ്രോണൊക്കെ ഉണ്ടാക്കി, ഇത് പുഴുവിനെയാണോ നിങ്ങൾ കഴിക്കുന്നത്? അത് അവർ വിചാരിക്കുന്നത് പുഴുവാണെന്നാണ് അതിന്റെ ഷേപ്പ് കാണുമ്പോൾ. അതിപ്പോ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ ഭക്ഷണ രീതികളാണ്. ഇപ്പൊ പല ആൻസിനെ കഴിക്കുന്നവരുണ്ട്, ഇൻസെക്ടിനെ കഴിക്കുന്നവരുണ്ട്, ഈവൻ ഡോഗ്സിനെ കഴിക്കുന്നവരൊക്കെ. നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ഓരോ ഭൂപ്രകൃതിയിൽ അവിടെ എന്താണ് സുലഭം. അതുകൊണ്ട് ഒരാളുടെ ഭക്ഷണത്തെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അവിടുത്തെ ആ ഒരു നേച്ചറിനെ ഡിഫെൻഡ് ചെയ്യാനാണ് നേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. തീർച്ചയായിട്ടും സമാധാനപൂർവ്വം. ഇപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ എല്ലാവർക്കും ബിസി ലൈഫിൽ എല്ലാവർക്കും ടൈം പോലും ഇല്ല. ആഹാരം കഴിക്കുന്ന ജോലിയാക്കി കാണുന്നവരുണ്ട്. എൻ്റെ ഒരു ജോലിയാണ്, ലഞ്ച് കഴിച്ച ആ ജോലി അങ്ങ് ഒഴിവായി. അപ്പൊ പഴയ കാലത്തൊക്കെ ആൾക്കാർ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇരുന്ന് സമാധാനത്തോടെ സംസാരിക്കരുത് എന്ന് വരെ പറയും പഴമക്കാർ. അതെ, ആഹാരം കഴിക്കുമ്പോൾ ഒട്ടും അവർ സംസാരിക്കില്ല. അതുപോലെ അതൊക്കെ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായുള്ളവർ ഇരിക്കും. പണ്ട് തറയിലിരുന്നാണ്, പണ്ട് കല്യാണ സദ്യയൊക്കെ പായൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് വിളമ്പി കൊടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ പോയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു വ്യായാമമാണ്. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയും അതിനനുസരിച്ചിട്ടൊരു വ്യായാമമാണ്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. ഫിഷിനോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഗ്രില്ലായിട്ട്. അപ്പോൾ മഷ്റൂം ഭയങ്കര ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പറ്റും. അത് മഷ്റൂം ആവാം, ചിലപ്പോൾ ബ്രോക്കലി ആവാം, അല്ലെ ഈവൻ കോളിഫ്ലവർ ആവാം, അല്ലെ പീസ് ആവാം. അല്ലെങ്കിൽ ഇതെല്ലാം മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഒരു മീൽ. ഒരുപാട് നിങ്ങൾക്ക് കാർബോ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രോട്ടീൻ മാത്രം മതിയെങ്കിൽ ഇതുപോലൊരു സംഭവം ഒരു ഈവനിങ് ഒരു 7 o'clock കഴിച്ച് ഡയറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് TV ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഡേ ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഒരു ഫിഷിന്റെ ഒരു സൈഡ് നമ്മൾ ഗ്രില്ല് ചെയ്തു. ജസ്റ്റ് ഒരു ബട്ടറിൽ മാത്രമാണ് ആ ഒരു ക്രിസ്പി ആയിട്ട് ആ ഒരു സ്കിന്നകത്ത് ക്രിസ്പി ആയിട്ട് ആ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്ത് സോൾട്ടായിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അടുത്ത സൈഡിലൂടെ ഗ്രില്ലാകുമ്പോഴത്തേക്ക് മഷ്റൂം റെഡിയാവും. ഞാൻ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ യൂഷ്വലി ഗ്രില്ലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ മഷ്റൂമിന്റെ കൂടെയുള്ള ഫിഷ് ഞാനും വെയിറ്റ് ചെയ്യാണ്. അതെ, മഷ്റൂമിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ചോപ്പ് ഗാർലിക്, അതിന്റെ കൂടുതൽ അത് വേണമെന്നില്ല, ആവശ്യമുള്ളവർ കുറച്ച് ചോപ്പ് ഗാർലിക് ഇടാം. കുറച്ച് വേണമെങ്കിൽ ചെറിയ ഉള്ളി. ഞാനിത് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പാട്ട് ഋതുവിൻ്റെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ മഷ്റൂം കുക്ക് ചെയ്യുന്നതായിരിക്കും. ചെമ്പാവും പുന്നെല്ലിൻ ചോറും എൻ്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, ചെമ്പാവും പുന്നെല്ലിൻ ചോറും നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, ചെമ്പാവും പുന്നെല്ലിൻ ചോറും നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. താങ്ക് യു. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. സൂപ്പർ ആയിട്ട്. അപ്പോഴത്തേക്ക് മീനും റെഡി കണ്ടല്ലേ? ഇത് മീനിന്റെ കറക്റ്റ് ആയിട്ട് ഇതേ രീതിയിൽ ഗ്രില്ലായി, രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട്. ഇത് ഈ ഫിഷൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുമ്പോൾ ഓവർ കുക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള ഭയങ്കര ഒരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഈ മീനൊക്കെ പൊരിച്ച് മുരിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ കളഞ്ഞിട്ട്, പക്ഷെ രുചി കൂടുതലുണ്ടാവും.
പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് മലയാളികൾ കഴിക്കുന്നത്. പൊതുവേ ഒരു ഫുഡ് ക്രിട്ടിക്സ് ഒക്കെ പറയാറുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഫിഷ് കഴിക്കുമ്പോൾ ആ ഫിഷിൻ്റെ ജ്യൂസി ആയിട്ട് നമുക്ക് ആ ഫിഷിൻ്റെ സ്വാദ് എന്താണോ ആ മീനിൻ്റെ രുചി. ഇപ്പം മത്തിക്ക് മത്തിയുടെ രുചിയുണ്ട്, അയലയ്ക്ക് അയലയുടെ രുചിയുണ്ട്. പക്ഷേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് എല്ലാത്തിനും നിർത്താൻ എല്ലാത്തിനും ഒറ്റ രുചിയാണ്. അത് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ പുറത്തേക്കൊക്കെ എല്ലാവരും പറയും നിങ്ങൾക്ക് കുറേ മസാല ടിക്ക മസാല പറയണ സംഭവമാണ് നമ്മൾ ഇന്ത്യക്കാർ. അത് നമ്മളൊന്നും പറഞ്ഞിട്ട് തരില്ല കേട്ടോ, നമ്മൾ അങ്ങനെ പഠിച്ചതല്ലേ. നല്ല വാസന വരണം. അതെ. ഋതുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോൺ വെജ് ഡിഷുകൾ എന്തൊക്കെയാണ്? എനിക്ക് നോൺ വെജ് ഞാൻ ചിക്കൻ ഫിഷ് തന്നെയാണ് കൂടുതൽ കഴിക്കാറുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ഏറ്റവും സ്പെഷ്യൽ ഒരാൾ വീട്ടിൽ വന്നു ഇതുവാണ് ചോയ്സ് ആണെങ്കിൽ എന്താണ് ഉണ്ടാക്കി കൊടുക്കുക? ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തലശ്ശേരി ബിരിയാണിയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. വാവ്, മഷ്റൂം ഒക്കെ ഇട്ടിട്ട് എല്ലാം നല്ല ഒരു സെയിം കളർ കോമ്പിനേഷൻ. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒരു ലൈം നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ലൈമായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മീൻ ഗ്രില്ല് ചെയ്ത ഫിഷാണ്, കുറച്ച് മഷ്റൂം, നേരത്തെ പറഞ്ഞ പോലെ എന്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് ആക്കാം. വളരെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ട ഫിഷ്, അത് മത്തി, അയല, ഇനി ചൂര, നെയ്മീൻ, കരിമീൻ എന്തും ജസ്റ്റ് ക്ലീൻ ചെയ്ത് വരഞ്ഞിട്ട് ഉപ്പ്, കുരുമുളക്, കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കല്ലുപ്പ് ഇതുപോലെ കുരുമുളക് പൊടിയാവരുത്, കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് മറിനേറ്റ് ചെയ്താൽ മാത്രം മതി. ബട്ടറിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഒരു ലൈം ലൈം ഇഷ്ടമാണോ? ലൈം തൈരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പുളി ഇല്ലേ? പുളികൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഷെഫിന്റെ എന്താ പറയാ കഴിക്കണ ഒരു കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് കഴിക്കണതിന്റെ ഒരു ഞാൻ ചെറിയൊരു പീസ് ആദ്യം കട്ട് ചെയ്ത് തരാം, ചൂടുണ്ടാവും. ശരി ശരി. ഇതൊരു രക്ഷയില്ല ഷെഫ്. ടു ബി ഫ്രാങ്ക്, ഞാൻ വെറുതെ ഷോയിൽ വന്നിട്ട് ഷോ ഓഫ് ചെയ്യണതല്ല, ഭയങ്കര നന്നായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഡയറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണ ഒരാൾക്ക് അതും 5 മിനിറ്റോ 10 മിനിറ്റ് എത്ര സമയം എടുത്തു? ഇറ്റ്സ് ലൈക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും കേട്ടിട്ടുണ്ട്, ഒന്നും കൂടെ ഞാൻ എഴുതിയെടുത്തിട്ട് പോവാണ്. ആ കുരുമുളകിന്റെയും ആ ഉപ്പിന്റെയും ആ ഒരു എപ്പോഴും സംസാരിക്കുമ്പോഴായി ആകെ ഒരു 3-4 ഇൻഗ്രീഡിയൻസ്, കുറച്ച് ബട്ടർ, ഗാർലിക്, അതുപോലെ ബ്ലാക്ക് പെപ്പറും സോൾട്ടും. ഫിഷ് ശരിക്കും ഇഷ്ടപ്പെട്ടല്ലോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പാട്ടൂടെ പാടേണ്ടി വരും. എത്ര പാട്ട് വേണം? ആൻഡ് യു ഹാവ് ടു ടേക്ക് ദാറ്റ് മഷ്റൂം വിത്ത് ഇറ്റ് കേട്ടോ. അതിന്റെ കൂടെ കഴിക്കുമ്പോൾ ഇത് ഭീകരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഷെഫ് ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി തന്ന ഷെഫിന് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോയാൽ ചിലപ്പോൾ ഉറക്കം വരില്ല. അത്രയും ഒരു ഗിഫ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കൂറുമ്പുറങ്ങുമി കൂരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറു കുമ്പിളിലെ മമ്മമ്മമുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഒരു ഷോയ്ക്കകത്ത് അറിയാലോ, നമ്മൾ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താറുണ്ട് ഭക്ഷണം ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഷാലിനാണ്, എറണാകുളം സ്വദേശിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷാലിൻ. ഹലോ, എൻ്റെ പേര് ഷാലിൻ. എൻ്റെ വീട് സൗത്ത് വാഴക്കുളമാണ്. ഞാൻ ഇവൻറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ് ജിയാൻ മീഡിയ സ്തംഭനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ ഞാനിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷെഫ് പിള്ളേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് കുറേ പേര് വരുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, എൻ്റെ ഒരു ഡിഷ് കാണിക്കണമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഷെഫിനെ കാണാനായി ഞാൻ വരുന്നുണ്ട്. എൻ്റെ ഒരു ഫുഡായിട്ട് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ എനിക്കും കുറച്ച് ഹെൽത്ത് കൂടുതലും ആൾക്കാരോട് അറിയിക്കണമെന്ന് തോന്നി. കാരണം നമ്മുടെ കുറേ ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും ഡേറ്റ്സ് ആയാലും എന്തായാലും നമുക്ക് ചിലവർക്ക് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലായിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഫുഡിനോട് കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പുതിയ പുതിയ ഫുഡ് കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ചെയ്യാനും. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പുതിയൊരു ഫുഡായിട്ടാണ് ഞാൻ വരുന്നത്. അടുത്തോട്ട് വരുമോ? ഷാലിന്റെ ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രശ്നത്തിൽ ഡേറ്റ്സ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ്സ് കഴിച്ച് ഡേറ്റ്സിനകത്ത് പുള്ളിക്കാരി സ്വന്തമായിട്ടൊരു ജാമം ഉണ്ടാക്കി. എന്തായിരുന്നു ആ കഥ പറയുന്നത്? എന്ന് വെച്ചാൽ എനിക്ക് ഡേറ്റ്സ് നോർമലായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഞാനപ്പോ ജാമിലേക്ക് ലൈക്ക് എനിക്ക് അല്ലാതെ കഴിക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടക്കേട്. അങ്ങനെ ഞാൻ ഇത് എങ്ങനെ വേറെ രീതിക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഡേറ്റ്സിന്റെ ജാം ആക്കി മാറ്റിയത്. അപ്പൊ നമുക്ക് ഹെൽത്തി എപ്പോഴും, ഞാൻ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിരിക്കുക. അപ്പൊ കൂടുതലും ഇങ്ങനെ ഒരു ജാമിൽ കൂടെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ല. നമുക്ക് അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ജാമിനെക്കാളും നല്ലത് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇവന്റ് കോർഡിനേറ്റർ ആണ്. നല്ല കാര്യം. അപ്പൊ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ജാമുമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം എന്താണ് ഷാലിന് പറയാനുള്ളത്? പറയും. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. എന്നുവെച്ചാൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫില്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതുകൂടെ അല്ലേ? അപ്പോൾ ഇതൊരു പ്രൊഫഷനാക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒരു കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ സ്വന്തം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തു, ഒരു ജാമായി. ഇനി കുറച്ചുകൂടി ഇതിനകത്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി ഇതിനെ മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആക്കി മാറ്റാൻ ഒരു അവസരം കിട്ടിയേ ചെയ്യൂ. ഉറപ്പായിട്ടും ചെയ്യും. ഇതിപ്പോൾ ഓക്കെ, ഡേറ്റ്സ് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ല ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ്, നമ്മുടെ കേരളത്തിൽ കിട്ടാത്തൊരു സംഭവം. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മുടെ ഒരു സീസൺ, മാമ്പഴത്തിന്റെ സീസണിൽ മാമ്പഴം വെച്ച് ചെയ്യാം. അതേപോലെ ഒരുപാട് പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞ ഒരു ട്രോപ്പിക്കൽ ഫുഡ് ആണെങ്കിലും കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചാമ്പക്കയുടെ സീസൺ ഉണ്ട്, ചാമ്പക്കയുടെ ജാം എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് ചെയ്ത് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ആദ്യം കൊടുത്ത് ഫീഡ്ബാക്ക് എടുത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ആയിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ജാം, ഗാദാ ജാം അറിയോ? ഗാദാ ജാം കേട്ടോ? അതുപോലെ പേരൊക്കെ ഇട്ടിട്ട് എന്തായാലും ട്രൈ ചെയ്തായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഇവന്റ് കോർഡിനേറ്റർ ആയിട്ട് ഒരു പ്രൊഫഷൻ ഉണ്ട്. അപ്പോൾ അത് പാഷനായിട്ട് ഇതിനെ ഒരു പാഷനെ നമ്മളൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈഫിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അത് ഭയങ്കര വ്യത്യാസം. അപ്പം ഷാലിന് ഇത് തീർച്ചയായിട്ടും ഇത്രയും ചെയ്തു എന്തായാലും. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ നമ്മൾ റിസർച്ച് ചെയ്യുക, പഠിക്കുക, മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കി അതിൻ്റെ ബെറ്റർ പ്രൊഡക്റ്റ്, ഒരു R&D. ഇപ്പം നിങ്ങളിതൊരു ബിസിനസ് അല്ല, ഇത് സ്വന്തമായിട്ട് വീട്ടിലേക്ക് കഴിക്കാൻ ഒരു ഹെൽത്തി ഡയറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടെ കാഷ്യൂ ഫ്രൂട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട്, അതൊക്കെ അറിയാലോ. അത് പിന്നെ കണ്ണൂക്കാരത്ത് പറയേണ്ട കാര്യമില്ല, കഴിക്കായിരുന്നു. അപ്പോൾ അത് എന്ത് ഫ്രൂട്ടും എന്ത് വെജിറ്റബിൾസും എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്യൂരീസും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മറ്റു കേൾക്കുന്നവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ചിലപ്പം ഒരു സുപ്രഭാതം നമ്മൾ ഏതെങ്കിലും ഒരു നമുക്ക് കാണും കേരളത്തിലെ ലോക്കൽ ഫ്രൂട്ട്സിന്റെ മിക്സ് ഫ്രൂട്ട്സും ലോക്കൽ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ജാം ഒക്കെ വെച്ച് വലിയൊരു ഓണ്ടർപ്രണർ ആവുന്ന ഒരു ലേഡി ആയിട്ട് മാറട്ടെ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കി എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റും? എന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ്സ് എടുക്കുക, ഡേറ്റ്സിന്റെ കുരു മാറ്റുക, എന്നിട്ട് നമുക്ക് ഒരു 4 ഇതായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ നമ്മളൊരു വേവിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിലിട്ട് ചൂടാക്കിയെടുക്കുക. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു നാരങ്ങയുടെ പരുവത്തിലുള്ള പുളി അത് നമ്മളൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയിലടിച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഒന്നും വേറെ ഒന്നും ആഡ് ചെയ്യില്ല, ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ല. ഇത് നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റിനെ അതിൻ്റെ സീഡ് മാറ്റി 4 പീസാക്കുന്നു, അത് ബ്ലാൻഡ് ചെയ്തിട്ട് വെച്ചു, പിന്നീട് ഇതിനെ ആഡ് ചെയ്തു, ഒരു വാളംപുളി എടുത്ത് അതിനെ ഒരു കുറുക്കി സോസാക്കി മാറ്റി മിക്സ് ചെയ്ത് അരച്ചെടുത്ത സംഭവമാണ്.
അപ്പൊ ഇതിന്റെ ഷെൽഫ് ലൈഫിനെ കുറിച്ച് എങ്ങനെയാണ്? ഇത് എത്ര നാൾ കേടുകൂടാണ്ടിരിക്കുന്നത്? അത് ഒരു 1 month. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പ്രൊഡക്റ്റിനെ ഒരു ഷെൽഫ് ലൈഫ് എങ്ങനെ കിട്ടും? ഓക്കെ, ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ ഇത് എത്ര നാൾ ഇത് കേടുകൂടാണ്ടിരിക്കും? ഒരു ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്വന്തം സെൽഫ് യൂസ് പോലല്ലോ. എന്തായാലും അതൊക്കെ ഇനി കൂടുതൽ ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വളരെയധികം സന്തോഷം കാണാൻ പറ്റി. ഇനിയും വലിയ വലിയ ഫുഡും ഡിഷൊക്കെ ഉണ്ടാക്കി ഉറപ്പായിട്ടും പോലെ വലിയൊരു chef ആവട്ടെ. അപ്പൊ ഞങ്ങൾക്കൊക്കെ വരാലോ ഇങ്ങനെ ഷോയിലൊക്കെ. ഓക്കെ, ഗുഡ് ലക്ക്. സോ നൈസ് മീറ്റിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇനി ഒരിക്കൽ നമ്മുടെ ഈ ഷോ എപ്പിസോഡ് തീർക്കുന്നതിന് മുന്നേ ഋതുവിന്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് തീർക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഷെഫ്. കുറച്ച് പഴയ പാട്ടാണ്. പഴയ പാട്ടുകളുടെ ഒരു ഭംഗി വളരെ അല്ലെ, അതിന്റെ ലിറിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിലൂടെ ഇങ്ങനെ ഒഴുകി പോകാൻ തോന്നും. അങ്ങനെ ഒരു പാടേണ്ട ഒരു പാട്ടാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ പാടണം കേട്ടോ. ഉറപ്പായിട്ടും അറിയാവുന്നതാണ് ഞാൻ പാടിയിരിക്കുന്നത്. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി. മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. എന്നിലെ എന്നെ കാൺമോ ഞാൻ നിന്നിൽ ഉണർന്നു മരുഭൂവിൻ ഇളവയിലും പൂക്കൾ. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. നമ്മളെ എല്ലാവരെയും വളരെ ഭയങ്കര പ്രൗഡാക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു ഈ പറഞ്ഞ ഈ ഒരു ഷോയും. അതുകൂടാണ്ട് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ അച്ചീവ്മെന്റ്, അതുപോലെ ഒരുപാട് അഭിനയിക്കാനും തമാശയ്ക്ക് പറയാം രാജ്യത്തൊക്കെ പോയിട്ട് നാട്ടുകാരുടെ തല്ല് വാങ്ങുക, അത് ഒരു എല്ലാവർക്കും മാത്രമുള്ളതല്ല, വാങ്ങാനാണ് ആദ്യം പഠിക്കേണ്ടത് അതാണ് പറയാം. അപ്പൊ ഇതൊരു അത്ലറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു ബ്രോൺസ് മെഡൽ നേടി, അത് എത്രയും വേഗം സിൽവറും ഗോൾഡും രത്നങ്ങളൊക്കെ ആയിട്ട് വരട്ടെ. അപ്പൊ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ശാലിനും ഈ ഒരു ആശംസകൾ നേരുന്നു. എല്ലാം പിന്നെ വരുന്ന വർഷം ഇതുപോലെ തീർച്ചയായിട്ടും ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവാ. അത് ഞങ്ങൾക്ക് ഇനിയും ഷെഫിന്റെ ഷോയിൽ അല്ലേ. ആൻഡ് ടു മീറ്റ് യു സച്ച് എന്താ പറയുക, ഇത്രയും ഒരു ലെജൻഡറി ആയിട്ട്, കാരണം ഫുഡ് ഉണ്ടാക്കുന്നത് അതൊരു ആർട്ടാണ്. അത് ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കി തരിക, അത് കഴിക്കണവർക്കും മനസ്സ് നിറയുക എന്നുള്ളത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അപ്പൊ ഐ എം സോ ഗ്ലാഡ് ടു മീറ്റ് യു ഷെഫ് ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് കൂടി കഴിയുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ കുറേ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് അവരുടെ കഥകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വരുന്നവരെ വണക്കം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്.